നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച രണ്ട് സുപ്രധാന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് നമുക്ക് അറിയാം. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 നൽകുന്ന സ്ത്രീ സുരക്ഷാ സ്കീമും 18 മുതൽ 30 വയസ്സ് വരെ യുവാക്കൾക്ക് പരിശീലനത്തിനും ജോലിക്കായും സഹായമായി മാസം 1000 നൽകുന്ന കണക്ട് ടു വർക്ക് സ്കീം. ഈ രണ്ട് പദ്ധതികളും ആരെല്ലാം അർഹരാണ്, എങ്ങനെ അപേക്ഷിക്കാം, എവിടെ അപേക്ഷിക്കണം, ആരൊക്കെ ഒഴിവാക്കപ്പെടും, പണം എപ്പോൾ കിട്ടുമെന്ന് നോക്കാം. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ 2025 അവസാനം ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ സ്കീം. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെടാത്ത 35-60 വയസ്സ് പ്രായമായുള്ള സ്ത്രീകളെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഓരോ അർഹതയുള്ള സ്ത്രീക്കും മാസം 1000 സർക്കാർ നൽകും. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, ഒറ്റപ്പെട്ട സ്ത്രീകൾക്കും തൊഴിലില്ലാത്തവർക്കും സഹായം, മറ്റ് പെൻഷനുകൾ ലഭിക്കാത്ത സ്ത്രീകളെ സംരക്ഷിക്കുക. മാസം 1000 നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി വഴിയാണ് വിതരണം. അർഹതാ മാനദണ്ഡങ്ങൾ നോക്കാം. ഈ പദ്ധതി ലഭിക്കാൻ എല്ലാ വ്യവസ്ഥകളും പാലിക്കണം. ഒന്നാമത് പ്രായം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, 60 വയസ്സ് കവിയരുത്. രണ്ടാമത് താമസം, കേരള സംസ്ഥാന സ്ഥിര താമസമായിരിക്കണം. റേഷൻ കാർഡ്, മഞ്ഞ റേഷൻ കാർഡ് AAY അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് PHH. മറ്റ് പെൻഷൻ ഇല്ലായ്മ, മറ്റ് സംസ്ഥാന കേന്ദ്ര പെൻഷനുകൾ ലഭിക്കരുത്. ഇതിൽ ആരെല്ലാം അർഹരല്ല? സർക്കാർ ജീവനക്കാർ, കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലി ചെയ്യുന്നവർ, അർദ്ധ സർക്കാർ അതായത് ക്വാസി സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ. അപേക്ഷിക്കുന്ന വിധം: കെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷ. അപേക്ഷാ ഘട്ടങ്ങൾ: ഒന്നാമത്, കെ സ്മാർട്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക, സ്ത്രീ സുരക്ഷാ സ്കീം തിരഞ്ഞെടുക്കുക, വ്യക്തിഗത വിവരങ്ങൾ നൽകുക, ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കുക, ബാങ്ക് വിവരങ്ങൾ നൽകുക, അപേക്ഷ സമർപ്പിക്കുക. തുടർന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറി പരിശോധന നടത്തും. വാർഷിക മസ്റ്റർ റോൾ വെരിഫിക്കേഷൻ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ, വ്യാജ വിവരങ്ങൾ നൽകിയാൽ ലഭിച്ച മുഴുവൻ തുകയും തിരികെ അടയ്ക്കണം, 18% പലിശയോടെ. അതിനാൽ ശരിയായ വിവരങ്ങൾ മാത്രം നൽകുക. അപേക്ഷ സ്റ്റാറ്റസ് പരിശോധിക്കാം എവിടെ? സേവന പെൻഷൻ പോർട്ടൽ വഴി. അപേക്ഷ അംഗീകരിച്ചോ ഇല്ലയോ അറിയാം. അടുത്തതായിട്ട് കണക്ട് ടു വർക്ക് സ്കീം. 2026 ജനുവരി 20-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. ഇത് യുവാക്കൾക്ക് ജോലി, പരിശീലനം, മത്സര പരീക്ഷാ തയ്യാറെടുപ്പ് എന്നിവയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. മാസം 1000, 12 മാസം തുടർച്ചയായി ആകെ 12,000 രൂപ ലഭിക്കും. യുവാക്കൾക്ക് തൊഴിൽ നേടാൻ സഹായം, PSC, UPSC, ബാങ്ക്, റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ സഹായം, സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനം. ഇതിന്റെ അർഹത നോക്കാം. ഒന്നാമത് പ്രായം, 18 തൊട്ട് 30 വയസ്സ് വരെ. വിദ്യാഭ്യാസം +2, VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി. വരുമാനം, കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം കവിയരുത്. താമസം, കേരള സ്വദേശി ആയിരിക്കണം. അപേക്ഷ എവിടെ നൽകാം? employment.kerala.gov.in എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിലൂടെയാണ് അപേക്ഷ. അപേക്ഷയുടെ അവസാന തീയതി ജനുവരി 2026 വരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം: 5 ലക്ഷം യുവാക്കൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തും. 35 തൊട്ട് 60 വയസ്സ് സ്ത്രീകൾക്ക് മാസം 1000 സ്ത്രീ സുരക്ഷാ സ്കീം. 18 വയസ്സ് മുതൽ 30 വയസ്സ് യുവാക്കൾക്ക് പരിശീലനത്തിനായി 1000 കണക്ട് ടു വർക്ക്. അർഹരായ എല്ലാവരും സമയത്ത് അപേക്ഷിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.